വാൽവ് ഓപ്പറേറ്ററും ഇതേ ശ്രീകുമാർ തന്നെയാണ്. മീറ്റർ റീഡറും ഇതേ ശ്രീകുമാർ തന്നെയാണ്. അത് കൂടാതെ പുതുശ്ശേരി മലയിൽ പമ്പ് ഓപ്പറേറ്ററും ശ്രീകുമാറാണ്, പുതുശ്ശേരി മലയിൽ വാൽവ് ഓപ്പറേറ്ററും ശ്രീകുമാറാണ്. ഇങ്ങനെ 5 ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള ആള് തന്നെ നമ്മളോട് വിളിച്ച് കൺഫേം ചെയ്യിച്ചു. അപ്പൊ സാറ് തന്നില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രിയമുള്ളവരെ, കേരളത്തിലെ 2021-26 വർഷ കാലഘട്ടത്തിലെ കേരളത്തിലെ സർക്കാരിൻ്റെ ജാതി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി നോക്കുമ്പോൾ നമ്മൾ ജാതി സെൻസസ് വേണം എന്ന് ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ സർക്കാർ ജാതി സെൻസസ് നടപ്പാക്കിയിട്ടില്ല. ഈ സർക്കാരിൻ്റെ തന്നെ കാര്യമെടുത്ത് മന്ത്രിസഭ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായി 2 മുസ്ലിം മന്ത്രിമാർ, അതുപോലെ തന്നെ 3 ക്രിസ്ത്യൻ മന്ത്രിമാർ, 5 ഈഴവ മന്ത്രിമാർ, 10 നായർ മന്ത്രിമാരടങ്ങുന്ന ഭൂരിപക്ഷം ഒരു നായർ കരയോഗ മന്ത്രിസഭയാണ് ഈ കഴിഞ്ഞ 2021 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നായർ കരയോഗ സർക്കാരിനെ കൊണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ട് ഈ പൊതുസമൂഹം നേരിട്ടു എന്നുള്ളതിൻ്റെ ഒരു ജാതി സെൻസസ് പരമായിട്ടുള്ള ഒരു പരിശോധന നമുക്ക് ആവശ്യമായിട്ട് വരും. കാരണം കൃത്യമായിട്ട് ഈ മന്ത്രിസഭയിൽ തന്നെ ഇത്തരം ഒരു ജാതി സെൻസസ് നടത്തുമ്പോൾ ഭൂരിഭാഗവും നായർ കരയോഗത്തിൻ്റെ കൈവശമാണ് ഈ അധികാരം ഇരിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ഈ താഴേക്കുള്ള മുഴുവൻ ഉദ്യോഗസ്ഥ കാര്യങ്ങളിലും, അല്ലെങ്കിൽ തൊഴിൽ മേഖലയെ എടുത്ത് പരിശോധിച്ചാൽ ഇതേ കണക്ക് തന്നെയായിരിക്കും കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ മന്ത്രിസഭയിൽ ഒരു പട്ടികജാതി മന്ത്രി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം. ഇതേ രീതിയിൽ തന്നെ തൊഴിൽ മേഖലയിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ ഒരു തൊഴിൽ മേഖല മാത്രം എടുത്ത് പരിശോധിക്കാൻ പറ്റും. വിവരാവകാശ നിയമപ്രകാരം നമുക്ക് കിട്ടിയ രേഖ വെച്ചിട്ടാണ് പറയുന്നത്. റാന്നി സബ് ഡിവിഷൻ്റെ അധികാര പരിധിയിൽ വരുന്ന പമ്പ് ഹൗസുകളിലും പദ്ധതികളിലുമായി ആകെ 85 ജീവനക്കാരാണ് ജോലി ചെയ്തു വരുന്നത്. ഇതിൽ 14 ജീവനക്കാർ മാത്രമാണ് നിശ്ചിത യോഗ്യതയുള്ളവർ. ബാക്കി 71 ജീവനക്കാർ എങ്ങനെയാണ് നിയമിച്ചിരിക്കുന്നതെന്ന് ഒരു പരിശോധന നമ്മൾ അനിവാര്യമായിട്ട് വരും. ഈ 71 ജീവനക്കാരിൽ യാതൊരുവിധ നിയമന മാനദണ്ഡങ്ങളും പാലിക്കാതെ കരയോഗ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ നിയമിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ വടച്ചേരിക്കര സെക്ഷനിലെ പമ്പ് ഓപ്പറേറ്റർ, വാൽവ് ഓപ്പറേറ്റർ, മീറ്റർ റീഡർ, അതോടൊപ്പം തന്നെ സെയിം ടൈമിൽ പുതുശ്ശേരി മലയിലെ പമ്പ് ഓപ്പറേറ്റർ, വാൽവ് ഓപ്പറേറ്റർ എന്നീ ജോലികൾ, ഇങ്ങനെ 5 ജോലികൾ ഒരേ സമയം ഒരേ ആൾ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പരിശോധനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ശ്രീകുമാർ എന്ന പേരിലുള്ള ഒരു നായർ വിഭാഗത്തിലെ ഒരാൾക്കാണ് ഈ 5 ജോലിയും കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു നീതി നിഷേധമാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത്. അത് നമ്മൾ വിവരാവകാശ പ്രകാരം ഈ വിവരം അറിയാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ എത്ര തന്നെ ചോദിച്ചാലും ഇവർ ഉത്തരം തരാത്ത രീതിയിൽ ഒരു സമീപനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നടപടി സ്വീകരിക്കാൻ ഇവരാരും ഉന്നത ഉദ്യോഗസ്ഥരാരും തന്നെ തയ്യാറാകുന്നില്ല. ഇത് എത്ര കണ്ട് ഗവൺമെൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞാലും മേലുദ്യോഗസ്ഥർ, വിജിലൻസ് അടക്കമുള്ള ആളുകൾ ഇവർക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ട് ഇത് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ഇവരെ തന്നെ വിളിച്ച് സംസാരിക്കുന്ന സംഭാഷണ ശകലങ്ങളാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. ഉണ്ണിത്താൻ സാറാണോ? അതെ. സാറേ, കഴിഞ്ഞ ദിവസമേ അവിടെ ഒരു വിവരാവകാശത്തിന്റെ സെറ്റിംഗ് നടത്തിയപ്പോഴേ സാറിന്റെ കീഴിലുള്ള ഒരു മേഖലയിൽ ഒരാൾക്ക് തന്നെ 5 ജോലി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നേ. ഒരാൾക്ക് ഞാൻ കൊടുക്കാറില്ല ഏട്ടാ, നമുക്ക് അതിനകത്തൊരു ഇതുമില്ല. ഏത് കേസാ പറയുന്നേ ഒരാൾക്ക് 5 ജോലി കൊടുത്തേ? അതായത് ഈ വടശ്ശേരിക്കര ഇതില് പമ്പ് ഓപ്പറേറ്റർ ആരാ? അറിയത്തില്ല. സാറിന്റെ കീഴിലല്ലേ ഇത്? എന്റെ കീഴിൽ ഞാൻ ഉണ്ട് അവിടെ നോക്കാനായിട്ട്. ഓവർസീർ ഉണ്ട്. എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴേ എനിക്കറിയാവൂ. നമ്മൾ മെയിൻ ആകെ 5 സ്റ്റാഫേ നമുക്കുള്ളൂ, പെർമനന്റ് സ്റ്റാഫ് ഓപ്പറേറ്റർമാര്. 5 സ്റ്റാഫിനെ എനിക്കറിയാം ഏട്ടാ. നിയമനത്തിൽ വന്നാ അത് ഗവൺമെന്റ് PSC നിയമനമാ. 5 സ്റ്റാഫും എനിക്കറിയാം. ബാക്കിയുള്ളത് കോൺട്രാക്ടർമാരാണ് നമുക്ക് തരുന്നത് ആൾക്കാരെ. ഈ കോൺട്രാക്ടർ നിയമനം എങ്ങനെയാ നടത്തുന്നത്? കോൺട്രാക്ട് നമ്മളൊരു ഓൺലൈൻ ടെൻഡർ വിളിക്കും. ടെൻഡർ വിളിച്ചിട്ട് ഇത്ര പേരെ തരണം എന്ന് പറഞ്ഞിട്ട് അവർ ടെൻഡർ ചെയ്യും. അപ്പൊ ആ വോട്ട് ചെയ്യുന്നവർക്ക് തരാൻ പറ്റും, ആൾക്കാരെ ഓരോ മാസം തരാൻ പറ്റും. അതാണ് ചെയ്യുന്നത്. പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് മറ്റേ ഇതും വരും, എംപ്ലോയ്മെന്റ് നിന്ന് നിയമനം വരും.
6 മാസത്തേക്ക് 179 ദിവസത്തേക്ക് വരും. അവരിങ്ങനെ എംപ്ലോയ്മെന്റിൽ നിന്ന് തന്നുകൊണ്ടിരിക്കും. അപ്പൊ അതില്ലാത്ത സമയത്ത് നമ്മൾ ഈ കോൺട്രാക്ടർമാരോട് പറയും ഇത്ര പേരെ വേണം, അല്ലെങ്കിൽ ഇന്ന ഓപ്പറേറ്റർ വേണം എന്ന് പറയുമ്പോൾ അവർ സപ്ലൈ ചെയ്യും. ഈ ഒഴിവുകൾ എംപ്ലോയ്മെന്റ് നമ്മൾ എല്ലാ കറക്റ്റായിട്ട് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ടോ? നമ്മൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഒഴിവുകൾ എല്ലാം കൊടുക്കുന്നുണ്ട്. എംപ്ലോയ്മെന്റ് കൊടുക്കുന്നുണ്ട്, അവിടെ ആള് തരുന്നില്ല. അതെ, അതനുസരിച്ച് ആള് വരുന്നുണ്ട്. ഈ ആൾക്കാർക്ക് 471 രൂപയല്ലേ കിട്ടുന്നത് ഒരു ട്രെയിനില്. അവർ 2 ദിവസം വരും, 3-ാമത്തെ ദിവസം അവന്മാർ വരത്തില്ല. കാരണം വരുന്നവർ ചിലപ്പോൾ തിരുവല്ല എന്നുള്ളവരൊക്കെ ആയിരിക്കും. അവർ മൊത്തത്തിലല്ലേ ഓൺലൈൻ എടുക്കുക എംപ്ലോയ്മെന്റിന്. അപ്പൊ അവര് 471 രൂപ കിട്ടുന്ന 1 മാസം കഴിഞ്ഞേ കിട്ടും. മറ്റേ എസ്റ്റാബ്ലിഷ്മെന്റ് റേറ്റ് കിട്ടത്തില്ല ഇവർക്ക്. നിലവിലുള്ളവർക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ അപ്പം? വാട്ടറുടെ സാമ്പത്തിക അനുസരിച്ച് നമ്മൾ ഉള്ള രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതുവരെ 2013 റേറ്റ് ഡിവിഷൻ ഉണ്ടായത്. ഈ പറയുന്ന ഒരു മീറ്റർ റീഡിംഗ് എടുക്കുന്നതിന് 13 രൂപ 15 രൂപ കിട്ടുന്നത്. ഒരു വീട്ടിൽ പോയി ഒരു മീറ്റർ റീഡിംഗ് എടുക്കുന്നതിന് 13-15 കിട്ടുന്നത്. അതുമല്ല സെയിം റീഡിംഗ് ആണെങ്കിൽ പൈസ കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ അവരെടുത്തില്ലെങ്കിൽ പൈസ എടുത്ത് അതൊക്കെയാ വാട്ടർ ഓട്ടയുടെ അവസ്ഥ. സെയിം റീഡിംഗ് ആണെങ്കിലേ ആ പൈസ കൊടുക്കത്തില്ല. അത്രയും ദൂരം മലയാളം എല്ലാവർക്കും ഒരു വീട് ഈ കുടുംബശ്രീയോ ആരെങ്കിലും ആയിരിക്കും പോയി എടുക്കുന്നത്, അവർക്ക് പോലും കൊടുക്കത്തില്ല. അല്ല, കുടുംബശ്രീയുടെ ആളുകൾ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ? പിന്നെ 17 പേരുണ്ട് നമ്മുടെ കുടുംബശ്രീയിൽ. ശരിക്കും എത്ര പേർക്ക് നിയമനം കൊടുക്കേണ്ടതാണ്? അത് എല്ലാ പ്രാവശ്യം കുടുംബശ്രീക്ക് നമ്മൾ കൊടുക്കും ലെറ്റർ. അവര് നമ്മുടെ ഇതനുസരിച്ചേ ഓരോ സ്ഥലത്ത് ഒരു വീടാണെങ്കിൽ മറ്റേ കുഞ്ഞിനെ വെള്ളയ്ക്ക് അടുത്ത വീടുണ്ടാവുക, അല്ലെങ്കിൽ ഗ്യാപ്പാണ്. അപ്പൊ ആരും ഈ രൂപയ്ക്ക് നിൽക്കത്തില്ല. പിന്നെ ചിലവർ ടേബിൾ റീഡിങ് പറഞ്ഞു, വീട്ടിൽ നിന്ന് തന്നെ റീഡിങ് ചെയ്തു. അത് നമ്മൾ നോക്കുമ്പോൾ അവർ പുറത്താക്കും. പിന്നെ ഈ കുടുംബശ്രീക്ക് കൊടുത്തോണ്ടിരിക്കുക. ഇപ്പൊ ചെറുകോളിൽ ഒരു റീഡിങ് ചെറുകോൾ പഞ്ചായത്തിൽ പുതിയതായിട്ട് വേറെ ആരും വരത്തില്ല. ഇത് പണിയല്ലേ ഇത്? ഇങ്ങനെ ഒരു പണിയുണ്ടെന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും പൊതുസമൂഹത്തിൽ അറിയുന്നുണ്ടോ? അതോ പിന്നെ അറിയാതെ മീറ്റർ റീഡിങ് എടുക്കണ്ടേ? 27,000 ലക്ഷമുണ്ട്. ആകെ നമുക്ക് 3 എസ്റ്റാബ്ലിഷ്മെന്റ് മീറ്റർ റീഡർമാരാവുള്ളത്. ബാക്കിയുള്ളതിന്റെ പോസ്റ്റ് പോലും ഇല്ല. ഈ വാൽവ് തിരിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നതല്ലേ? അപ്പൊ അതിന് മറ്റേ ഈ ലോഗ് ബുക്ക് ഉണ്ടല്ലോ, അത് നോക്കി അറിയാൻ മേലെ കൃത്യമായിട്ട്. അതിന് ലോഗ് ബുക്ക് ഉണ്ട്. അതിനെന്താ വിഷയം? എന്താ അതിലറിയാൻ പറ്റിയല്ലേ ഇത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ? എന്തോ അറിയാൻ പറ്റാൻ എന്തോ അറിയാനാ അതിനകത്ത്? അതാ സമയത്ത് ഇവര് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നേ. ഇപ്പൊ പേരാമ്പ്ര നിവാസികള് കഴിഞ്ഞ 2 വർഷമായിട്ട് കുറെ സമയം സമരം നടത്തിയില്ലേ ഇവിടെ? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. 2 വർഷം മുതലുള്ള കമ്പനിക്ക് അറിയത്തില്ല. 2 വർഷമായിട്ട് ഒത്തിരി സമരം അവിടെ നടന്നല്ലോ, വെള്ളം കിട്ടുന്നില്ല. ഞാൻ വിളിച്ചത് അതിനല്ല. അവിടെ വടശ്ശേരിക്കര പമ്പ് ഓപ്പറേറ്ററായിട്ട് നിൽക്കുന്നത് ഒരു ശ്രീകുമാറാണ്. ഈ എയിനെ വിളിച്ച് ഞാൻ ഇത് കൺഫേം ചെയ്തതാണ്. വടശ്ശേരിക്കര വാൽവ് ഓപ്പറേറ്ററും ഇതേ ശ്രീകുമാർ തന്നെയാണ്. വടശ്ശേരിക്കര മീറ്റർ റീഡറും ഇതേ ശ്രീകുമാർ തന്നെയാണ്. അത് കൂടാതെ പുതുശ്ശേരി മലയില് പമ്പ് ഓപ്പറേറ്ററും ശ്രീകുമാറാണ്, പുതുശ്ശേരി മലയില് വാൽവ് ഓപ്പറേറ്ററും ശ്രീകുമാറാണ്. ഇങ്ങനെ 5 ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള ആള് തന്നെ നമ്മളോട് വിളിച്ച് കൺഫേം ചെയ്യിച്ചു. അപ്പൊ സാറ് തരുന്നില്ല എന്ന് പറയുമ്പം അത് വിശ്വസിക്കാൻ എനിക്ക് ശ്രീകുമാറിനെ വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. വിളിക്കേണ്ട കാര്യമല്ല പറഞ്ഞേ. ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് സാറിന് അത് ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. ഞാൻ പറയാം, ശ്രീകുമാർ ഒപ്പിട്ട് ഒരു പേപ്പർ ഉണ്ടെങ്കിൽ എനിക്ക് നടപടി ഇരിക്കാം. ജോലി ചെയ്യുന്നയാള് ശ്രീകുമാറാണ്. ഞാൻ ചോദിച്ചോട്ടെ, ശ്രീകുമാർ എന്നൊരാള് വേറൊരു ഒപ്പിട്ടൊക്കെ എനിക്ക് ചോദിക്കാം, ശ്രീകുമാറാ നീ എങ്ങനെയാടാ ചെയ്യുന്നേ ഈ 5 ഡ്യൂട്ടി? ഇപ്പൊ അല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ സാറ് ഇത് ഞാൻ പറഞ്ഞേക്ക്, ഇപ്പൊ ഈ 5 ജോലിയും ചെയ്യുന്നത് ശ്രീകുമാറാണ്. ആയിക്കോട്ടെ, അത് എനിക്കറിയത്തില്ല. അറിയത്തില്ലെന്ന് പറഞ്ഞു കീഴിലുള്ള ഈ ഇവര് ഈ സാറ് ഉൾപ്പെടെയുള്ള ആളുകൾ സാറിന്റെ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രം ജോലി കൊടുക്കുന്നത്, ബാക്കി ഒരു 4 പേർക്ക് ജോലി താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ കാറ്റഗറി എന്തോ? ഞാൻ മനുഷ്യനാണ്.
മനുഷ്യനാണല്ലോ അല്ല, നിങ്ങൾ എനിക്ക് തൊഴിൽ വേറൊരു കാറ്റഗറി, കൊടുക്കുന്നത്. എനിക്കൊരു വേറെ കാറ്റഗറി ഇല്ല. ഞാനൊരു മനുഷ്യനാണ്. ആ കാറ്റഗറിക്കാരനാണ്. റാന്നി MLA അല്ല, ഞാൻ താങ്കൾ ആ രീതിയിൽ സംസാരിക്കുന്നത് ജാതീയമായിട്ട് എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല. താങ്കളുടെ കാറ്റഗറി ചെയ്യാൻ എന്റെ കാറ്റഗറി. ഞാൻ ഒരു മനുഷ്യനാണ്. ഞാനൊരു മനുഷ്യന്റെ രീതിയിൽ എല്ലാവരോടും പെരുമാറും. എനിക്ക് തീരുമാനം കാറ്റഗറി ഏതാണെന്ന് കേട്ടോ. LG പ്രസന്നൻ എനിക്ക് ആരെ കാറ്റഗറി കാര്യമില്ല. കരാറുകാരൻ LG പ്രസന്നകുമാർ നായര്. മനുഷ്യനാണ് ഞാൻ. അല്ല, നിങ്ങൾ ഇത് മനുഷ്യനായിക്കോട്ടെ, നിങ്ങൾ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ 5 ജോലി ചെയ്യുന്ന ആൾക്കാർ. ഞാൻ എന്റെ കൂട്ടുകാരെല്ലാം മനുഷ്യന്മാരാണ്. എന്റെ ജോലി പിന്നെ നിങ്ങളിത് മാറ്റിയാലെന്ന് പറയുന്നതിന് എന്നാ കാര്യം? ആർക്കാ ഇയാളെ മാറ്റിയാലെന്ന് പറയാൻ നിങ്ങൾ എന്താ വാശി പിടിക്കുന്നത്? നിങ്ങൾ കരയോഗത്തിൽ നിന്നാണോ ആളെ എടുക്കുന്നത്? നിങ്ങൾ കരയോഗത്തിൽ നിന്നാണോ ആൾക്കാരെ ജോലിക്ക് നിയമിക്കുന്നത്? ബാക്കിയുള്ളവർക്ക് ഇവിടെ ജോലി ചെയ്യണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഈ ശബരിമല ഉൾപ്പെടെയുള്ള സംഭവ ഈ ടെൻഡർ വിളിക്കാതെ ജാതിക്കെതിരാണെന്ന് ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പത്തനംതിട്ട സബ് ഡിവിഷനിലെ നായർ ഉദ്യോഗസ്ഥന്മാർ, നായർ കരാറുകാർ, നായർ താൽക്കാലിക നിയമനക്കാരടങ്ങുന്ന ഒരു കരയോഗക്കാരുടെ പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് വരെയുള്ള ഒരു വാട്ടർ അതോറിറ്റിയാണ് ഈ പത്തനംതിട്ട വാട്ടർ അതോറിറ്റി. ഹലോ, വടശ്ശേരിക്കര വാട്ടർ അതോറിറ്റിയിലെ ഓവർസിയറല്ലേ? സംസാരിക്കുന്ന ആരായിരുന്നു? നമ്മളെ കുമ്പളാമ്പൊഴി തലമില്ലിന്റെ ഭാഗത്തുനിന്ന് വിളിക്കാം. ശ്രീജിത്ത് എന്നാ പേരെ. ആ, പറയും. നമ്മുടെ വടശ്ശേരിക്കര വാൽവ് ഓപ്പറേറ്റർ മറ്റേ ശ്രീകുമാർ ചേട്ടന്റെ നമ്പർ ഒന്ന് തരാമോ സാറേ? എനിക്ക് വാട്സപ്പിനകത്ത് ഒരു മെസ്സേജ് ഇടൂ, ഞാൻ അയച്ചേക്കാം. എന്ത് പറ്റി? എന്തായിരുന്നു ആവശ്യം? എന്തായിരുന്നു? അവിടെ വെള്ളത്തിന്റെ ഒരു ഇത് ചോദിക്കാൻ വേണ്ടിയാ. പുള്ളി തന്നെയല്ലേ അവിടെ മറ്റേ മീറ്റർ എടുക്കാൻ പറ്റുന്നേ? ആണോ? എനിക്കൊന്ന് നമ്പർ എനിക്കൊന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേക്കും, ഞാൻ നമ്പർ അയച്ചേക്കാം. ആ, ഓക്കെ. സുമേഷ് സാറാണോ മറ്റേ ഓവർസിയർ? അതെ, പറഞ്ഞോ. അതെ സാറേ, നമ്മുടെ പുതുശ്ശേരി മലേ വാൽവ് ഓപ്പറേറ്റർ നമ്മുടെ ശ്രീകുമാർ സാറിന്റെ നമ്പർ ഒന്ന് തരാമോ? ഒന്ന് ഹോൾഡ് ചെയ്യണേ. തൊണ്ണൂറ്റൊമ്പത് 613 19 311. ആ, ഓക്കെ സാറേ. ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. സന്തോഷ് ചേട്ടനാണ് വടശ്ശേരിക്കര പമ്പ് ഓപ്പറേറ്റർ? ആണല്ലോ. ആരാ വിളിക്കുന്നത്? ഞാൻ ശ്രീജിത്താണ്. മറ്റേ നമ്മുടെ ശ്രീകുമാർ ചേട്ടൻ അവിടെ പമ്പ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നില്ലേ? ഉണ്ടല്ലോ. എന്നാ ഡ്യൂട്ടി എന്നാ പുള്ളിക്ക്? എന്തോ പറ്റി? നമ്മുടെ താഴെ അല്ല മറ്റേ ഇവിടെ വെള്ളം വരുന്നില്ല എന്ന് കുറച്ച് പേര് കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഭാഗമാണെന്ന് അറിയാൻ വേണ്ടി. എവിടാ? മറ്റേ എന്തൊരു മലഭാഗത്ത് നിന്ന് ആരാണ്ട് വിളിച്ചായിരുന്നു. പുള്ളിയുടെ നമ്പർ ഒന്ന് തരാവോ? പിന്നെ എവിടെ വെള്ളം കിട്ടുന്നില്ലെന്നാ? ഹലോ. എവിടെ വെള്ളം കിട്ടുന്നില്ലെന്നാ പറയുന്നേ? നമ്മുടെ കൊമ്പളാമ്പൈക തടിമല്ലില്ലേ, അതിന്റെ ഭാഗത്ത്. അതിന്റെ ഭാഗത്തോ? അവിടെ ഇപ്പോഴേ ലൈനിലെ അങ്ങോട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. ആണോ? അവിടെ ലൈൻ പൊട്ടി വെള്ളം പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. 2 ദിവസം കഴിയും. ചേട്ടായൊക്കെ എവിടെയാ ഇത് ചെയ്യുന്നേ? നമ്മളെവിടെയാ? ഏത് ദിവസത്തിലാവും ഇത് ഡ്യൂട്ടി? ആര്? സന്തോഷ് ചേട്ടൻ. ഞാനിപ്പം ഡ്യൂട്ടിയിലാണല്ലോ. ആണോ? മറ്റേ ശ്രീകുമാർ ചേട്ടനോ? അവൻ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഉള്ളോ? അല്ല, ആര് പറഞ്ഞു? അത് ആള് ഉണ്ടോ? പിന്നെ ആളുണ്ടല്ലോ. നിങ്ങളെ പേരെന്തുവാന്നാ പറഞ്ഞേ? ശ്രീജിത്ത്. ശ്രീജിത്ത് എവിടാ താമസിക്കുന്നത്? ഞാനിവിടെ ഈ കുമ്പളാമ്പൈ ഭാഗത്ത് തന്നെയാ. അങ്ങനെ പറഞ്ഞ കുമ്പളാമ്പൈ എവിടാണെന്ന് പറയൂ. തടിമില്ലിന്റെ അവിടെ തന്നെയാ. ഹലോ. പറഞ്ഞോ, കേൾക്കാം, പറഞ്ഞോ. ശ്രീകുമാർ ചേട്ടനാണോ? അതെ, ആണല്ലോ. ഞാൻ നമ്മുടെ AEയുടെ നമ്പർ മേടിച്ചേ. പറഞ്ഞാട്ടെ. ചേട്ടനെ വടശ്ശേരിക്കര പമ്പ് ഓപ്പറേറ്റർ അല്ലേ? അതെ. നമ്മുടെ ഈ പുതുശ്ശേരിമല പമ്പ് ഓപ്പറേറ്ററും ചേട്ടൻ തന്നെയല്ലേ? അതെ. അപ്പൊ ഈ നമ്മുടെ ഈ വടശ്ശേരി മീറ്റർ റീഡ് ചെയ്യുന്ന ആരാ? മീറ്റർ റീഡ് ചെയ്യുന്ന 2-3 പേരുണ്ട്. ചേട്ടനില്ലേ അതിനകത്ത്? ഒന്ന് ഞാനുണ്ട് വടശ്ശേരിക്കര. അപ്പൊ പുതുശ്ശേരി മല വാൽവ് ഓപ്പറേറ്ററും ചേട്ടനാന്ന് പറഞ്ഞു.
അതാന്നു. ചേട്ടനിപ്പോ എത്ര ജോലിയുണ്ട്? 7 ജോലിയോ? പിന്നെ 7 8 ഒക്കെ ഉണ്ട്. 7 8 ഒക്കെ ഉണ്ട്. ഇതെങ്ങനെ ഇത് കിട്ടുന്നത്? പിന്നെ ഈ ക്വാളിഫിക്കേഷൻ എന്നാ? ക്വാളിഫിക്കേഷൻ ITI. ITIയോ? ആ. എവിടെയാ പഠിച്ചേ? ഞാൻ വടശ്ശേരിക്കര. വടശ്ശേരിക്കര ITIയിലോ? ആ. ഏത് വർഷം? ഞാൻ അതൊക്കെ എന്തിനാ ഡേറ്റ്? സർട്ടിഫിക്കറ്റ് കൂടെ പറഞ്ഞോ? സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനല്ല, നമ്മൾ ഒരാൾക്ക് 24 മണിക്കൂർ ജോലിയല്ലേ ഉള്ളൂ. പിന്നെ 24 അല്ലല്ലോ, 24 നേരം വെളുത്താ വൈകുന്നേരം വരെ നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറല്ലേ? ജോലി ചെയ്താലേ പറ്റുള്ളൂ. നീ ജീവിക്കണമെങ്കിൽ ജോലി ഉണ്ടല്ലേ പറ്റൂ. കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറല്ലേ? കുമ്പിടിയാണോ? ഓരോ സ്ഥലത്ത് 2 സ്ഥലത്ത് ജോലി ചെയ്യാൻ നിങ്ങൾ കുമ്പിടിയാണോ? ഞാൻ 2 അല്ല, ഇനി 4 സ്ഥലത്താണെങ്കിലും നമ്മൾ പോയി ചെയ്യും. അതിന് എനിക്കിപ്പോ അങ്ങനെയുള്ള മടിയൊന്നുമില്ല. ഇതല്ല വേറെ എന്തെങ്കിലും അതും പോയി ചെയ്യും. ഇനി ഇതൊന്നുമല്ല, വണ്ടി ഓടിക്കാൻ പോകും. മാനേജ് ചെയ്യുന്നേ? ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്യും. ഇതൊക്കെ സുഖമായിട്ട് മാനേജ് ചെയ്യുമല്ലോ. എല്ലാത്തിന്റെ ശമ്പളം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അതോ വേറെ? പിന്നെ അതാണ് അവിടെ വരുമ്പോഴാണ് ചെറിയൊരു ചവിട്ട് വരുന്നത്. ശമ്പളമില്ല. ശമ്പളം ഇല്ലേ? ശമ്പളമില്ല. അല്ല, ഒരു ജോലിയുടെ എല്ലാ ജോലിയുടെയും ശമ്പളം കിട്ടുന്നില്ലേ? അല്ല, അതുണ്ടെങ്കിലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ ചെയ്യേണ്ട വരത്തില്ലായിരുന്നു. ഏതായാലും ഒരെണ്ണം ചെയ്താൽ മതിയായിരുന്നു. അല്ല, ഇപ്പൊ ഒരെണ്ണത്തിന്റെ ശമ്പളം കിട്ടുന്നുള്ളോ? ആ, ഉള്ളു. എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന്റെ ആവുള്ളൂ. അതിനാ? അല്ല, ഏതെങ്കിലും 10-20,000 രൂപ വെച്ചില്ലേ? ആ, ഉണ്ടായിരുന്നത് നമ്മൾ ഏതായാലും ഒന്നും കൊണ്ട് എങ്ങനെയാലും നടന്ന് ജീവിച്ചങ്ങ് പോയേനെ. ഇതിനെത്രയാ കിട്ടുന്നത്? പമ്പ് ഓപ്പറേറ്ററിന് എത്ര രൂപ കിട്ടും? പമ്പ് ഓപ്പറേറ്ററിന് ഭയങ്കര ശമ്പളക്കുറവാണ്. എത്രയാ? അത് നമുക്ക് കണക്കൊന്നും കറക്റ്റായിട്ട് നമ്മുടെ ശമ്പള കണക്കൊന്നും ഞങ്ങൾ വെളിയിൽ വിടാറില്ല. വിടാറില്ലെങ്കിൽ ഏകദേശം ഒന്നും പറയത്തില്ല. മറ്റേ ഇതിനോ? വാൽവ് ഓപ്പറേറ്ററിനോ? അതും പറയത്തില്ല. നമ്മുടെ ശമ്പള കാര്യങ്ങളൊന്നും നമ്മൾ വെളിയിൽ, അതെന്താണെന്നറിയോ? നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമ്മൾ വെളിയിൽ കൊടുത്തുകൂടാ. പേഴ്സണൽ കാര്യങ്ങളോ? ആ, നിങ്ങൾക്ക് അങ്ങനെ പിന്നെ ശമ്പള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരാവശ്യം വെച്ച് കൊടുത്ത് എടുക്കാം ശമ്പള കാര്യങ്ങൾ. ഇത്രയും ഇത് പല സ്ഥലത്തും ഒരാളെ നിയമിക്കാൻ തന്നെ നിങ്ങൾ കരയോഗത്തിൽ നിന്നാണ് നിയമിക്കുന്നത് അതോ? അല്ല, കരയോഗവും സംഘവും ഒക്കെ ഉണ്ട്. അതിന് നമുക്ക് നോക്കി എടുക്കാം. അവിടെ നിന്നാണോ നിങ്ങൾക്ക് ജോലി നിയമനം ഇത്രയും ജോലി ഒരാൾക്ക് കിട്ടിയത്? പിന്നെ വേറെ ആൾക്കാർക്ക് ഈ സമൂഹത്തിൽ ആർക്കും ഇങ്ങനെ ജോലി കൊടുക്കുന്നില്ലല്ലോ, അതന്നെ. ഇല്ല, അത് വന്നാ കൊടുക്കുമല്ലോ. ആളുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് എന്തുവാ? ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെ ഈ പേര് രജിസ്റ്റർ ചെയ്തവർക്കൊന്നും ജോലി കിട്ടുന്നില്ലല്ലോ. അതെന്റെ കുഴപ്പമാണ്. അത് വരുന്നവര് ശമ്പളം കൂടുതൽ കൊണ്ട് കളഞ്ഞിട്ട് പോവാ ചെയ്യുന്നത്. 40-50,000 രൂപ ശമ്പളം ഉള്ള വന്നിട്ട് അവനിവിടെ 15,000 രൂപയ്ക്ക് അവിടെ നിൽക്കാൻ പോയാന്നും പറഞ്ഞ് കളഞ്ഞിട്ട് പോവാ ചെയ്യുന്നത്. ഇതിപ്പോ എത്ര വർഷമായി? ഞാനിപ്പോ കേറിട്ടൊരു 10-15 വർഷത്തോളമായി. 15 വർഷത്തോളം? നമ്മളിത് ആരെ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളെ? ഒരു വർഷം കഴിയുമ്പോൾ കരാറ് തീരുമല്ലേ? അതാകുമ്പോ അതടുത്ത് അവര് പുതുക്കുന്ന ഉടനെ വീണ്ടും നമ്മൾ ഇതിനകത്ത് തന്നെ കയറി വരും. നമ്മളെ തന്നെ അവര് കയറ്റും? അതാരാ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്? റെക്കമെൻഡ് അല്ല, അത് അവിടെ തന്നെ കോൺട്രാക്ട് എടുക്കുന്ന ആള് തന്നെയാ റെഡിയാക്കുന്നത്. കോൺട്രാക്ട് എടുക്കുന്ന ആള്? ഇതൊക്കെ സംസാരിക്കും. ഇതാരാ സംസാരിക്കുന്നതെന്ന് കൂടെ പറ, നല്ലല്ലേ എനിക്ക് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ പറയാൻ പറ്റും. ഞാനൊരു മീഡിയയിൽ നിന്ന് നമുക്കൊരു ഇന്നൊരു വാർത്ത കിട്ടിയായിരുന്നേ. നിങ്ങൾക്ക് അവിടെ ഈ എയും ഇവരെല്ലാരും കൂടെ ചേർന്ന് ഒരാളെ തന്നെ ജോലികൾ ഏൽപ്പിക്കുന്ന ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പരാതി വന്നിട്ടുണ്ട്. ഇന്നൊരു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു മീറ്റിംഗ് അവിടെ നടന്നായിരുന്നു. എവിടെ? റാന്നിയില്. അപ്പൊ ഈ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചാ. ഏത് മീഡിയ? ഞാൻ ട്രൈബൽ വോയിസ് എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യൽ മീഡിയ ഉണ്ട്. അതിലാണെന്ന് അറിയാൻ വേണ്ടി. ശരിക്കും എത്ര ജോലിയുണ്ട് ചേട്ടന്? എനിക്ക് ഇവിടെ പമ്പ് ഹൗസിലെ മാത്രമേ ഉള്ളൂ. പിന്നെ പമ്പ് ഹൗസിൽ നമ്മൾ ഇവിടെ വടശ്ശേരിക്കരയുടെ വാൽവുണ്ട്. വടശ്ശേരിക്കര പമ്പ് ഹൗസിലല്ല, വാൽവും പിന്നെ ഈ പറഞ്ഞ പോലെ പുതുശ്ശേരി മലയിലെ ഒരു ഓപ്പറേറ്റിങ്ങും. അതെന്ന് വെച്ചാൽ ഈ വാൽവ് പിന്നെ പുതുശ്ശേരി മല മുതൽ വടശ്ശേരിക്കര വരെ വടശ്ശേരിക്കര സെക്ഷൻ പരിധി വരുന്ന വാൽവുകൾ മാത്രമേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ പമ്പ് ഹൗസിലുള്ള ഡ്യൂട്ടിക്ക് പമ്പ് ഹൗസിൽ പോയിരിക്കാൻ പറ്റും. പിന്നെ ഈ വാൽവ് ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് മീറ്റർ റീഡിങ് പോകാൻ പറ്റൂ. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഇപ്പം കണ്ണമ്പാലം മുതൽ ഇടത്തറ വരെ പോകുന്ന ഭാഗത്താണെങ്കിൽ ആ റൂട്ടിലാണെങ്കിൽ എനിക്ക് ആ ഭാഗത്ത് പോയി റീഡിങ് എടുക്കാൻ പറ്റും. അല്ലാതെ ഇപ്പം അതിനായിട്ടൊരു പ്രത്യേകിച്ച് അതിനായിട്ടൊരു ദിവസം കണ്ടെത്തി പോകേണ്ട കാര്യമില്ല. അപ്പോൾ വാൽവ് തുറന്ന് നമുക്ക് ആ ഫീൽഡിൽ പോകുന്ന സമയത്ത് നമുക്ക് ആ റൂട്ട് എടുക്കാം. അപ്പോൾ ആ റൂട്ടിൽ എവിടെയെങ്കിലും ലൈൻ ലീക്ക് ഉണ്ടെങ്കിൽ അതും നോക്കാം, എനിക്ക് റീഡിങ്ങും എടുക്കാൻ പറ്റും. ഒരു ജോലി 8 മണിക്കൂറില്ലേ ശരിക്കും ചെയ്യണമെന്നില്ലേ?
8 മണിക്കൂറുണ്ട്. അങ്ങനെ വാൽവ് ഓപ്പറേറ്റിംഗ് സമയത്ത് നമുക്ക് 8 മണിക്കൂറല്ല. ഒരു ഏരിയയിൽ ചിലപ്പോൾ 3 മണിക്കൂറായിരിക്കും വെള്ളം കൊടുക്കുന്നത്, അല്ല 4 മണിക്കൂറായിരിക്കും. ഇല്ല താഴ്ന്ന ഏരിയയിലൊക്കെ 4 മണിക്കൂർ കൊണ്ടൊക്കെ ഫില്ലാവും. അപ്പോൾ ആ സമയത്ത് മതിയല്ലോ. ആ സമയത്ത് എനിക്ക് ആ പോകുന്ന റൂട്ടിൽ എനിക്ക് ആ റീഡിങ് എടുക്കാൻ പറ്റും. അന്നേ ദിവസം പമ്പ് ഹൗസിൽ പറ്റത്തില്ല. നമ്മൾ ഈ ലൈനിൽ നടക്കുന്ന ദിവസം പമ്പ് ഹൗസിൽ പറ്റത്തില്ല. അതിനപ്പോൾ വേറെ ആളുണ്ട് അവിടെ. അപ്പം നമുക്ക് ഈ ചില ദിവസങ്ങളിൽ പറ്റാത്ത ദിവസങ്ങളിൽ അവിടെ അവധി വരികയല്ലേ, അപ്പം വലിയൊരു അവധി ലിസ്റ്റ് ഉണ്ടാവുകയല്ലേ? ഇല്ല, അവധി വരുന്ന ദിവസങ്ങൾ അതിനെ ഒന്നീ പകരം അവിടെ നിൽക്കുന്ന ആരെങ്കിലും ഏൽപ്പിക്കത്തേ ഉള്ളൂ. ഇവിടെ മീറ്റർ റീഡിങ്ങിന് അങ്ങനെ അവധി നമ്മൾ ഒരു 80 വീടൊക്കെ എടുക്കാൻ എനിക്ക് 2 അല്ല 3 മണിക്കൂർ മതി. അല്ല ഈ അടുത്തടുത്തുള്ള ഏരിയ ആണെങ്കിൽ പെട്ടെന്ന് എടുത്തു പോവാം. അതിന് ഇത്തരത്തിൽ എത്ര പേരുണ്ടാവും അങ്ങനെ ഞാൻ മാത്രമല്ല, അവിടെ പെരുന്നാടുണ്ട്, പിന്നെ റാന്നിയുണ്ട്, അങ്ങനെ ഒരുപാട്. ഇപ്പോൾ പെരുന്നാട് തന്നെ നോക്കുന്ന ഒരാൾ ഇതുപോലെ മീറ്റർ റീഡറുണ്ട്, റാന്നി നോക്കുന്ന വാൽവ് ഓപ്പറേറ്റർ മീറ്റർ റീഡറുണ്ട്, പിന്നെ അതുപോലെ അങ്ങനെ ഓരോരുത്തരും ഉണ്ട്. എല്ലാം നമ്മുടെ കരയത്തിലുള്ളവർ തന്നെയാണോ? നമ്മുടെ ഇതിനകത്തുള്ള എല്ലാം ഇതിനകത്തുള്ള ആൾക്കാർ തന്നെയാണ്. ആണോ? എന്നാ ശരിയെന്നാ. പേരെങ്ങനെയാണെന്നാ പറഞ്ഞേ? എൻ്റെ പേര് ശ്രീജിത്ത്. ശ്രീജിത്ത്. എനിക്ക് നമ്പർ തന്നെ ഞാൻ ചോദിച്ചാൽ. ഓക്കെ ഓക്കെ. വടശ്ശേരിക്കര ഓവർസിയറിനെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഈ വടശ്ശേരിക്കരയിലെ വാൽവ് ഓപ്പറേറ്ററും മീറ്റർ റീഡറും ഇതേ ശ്രീകുമാർ തന്നെയാണ് ഈ ഡ്യൂട്ടി രണ്ടും ചെയ്യുന്നതെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ വിവിധ ഇടത്തിൽ ഇദ്ദേഹം ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് കൺഫേമാണ്. ഓവർസിയർമാർ തന്നെ ഇത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നത് അദ്ദേഹത്തിന് അവിടെ ഡ്യൂട്ടി ചെയ്യുന്നതല്ല. അപ്പോൾ അവിടുത്തെ പമ്പ് ഓപ്പറേറ്റർമാരടക്കം അദ്ദേഹം അവിടുത്തെ പമ്പിങ് ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഈ വോയിസ് ക്ലിപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പിൽ നിന്നും അദ്ദേഹം 5 ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ള കാര്യം വസ്തുതാപരമായിട്ട് നമ്മൾ ഇതിനകത്ത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടുത്തെ AXC അടക്കമുള്ള ആളുകൾ അത് സമ്മതിക്കുകയില്ല. യാതൊരു തരത്തിലും നമുക്ക് നിയമപരമായിട്ട് ഇത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരിത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് അവർ രേഖാമൂലം ഒരു മറുപടി നമുക്ക് തരികയില്ല. പക്ഷേ ഈ ഡ്യൂട്ടി ഇത്തരത്തിൽ ചെയ്യാനുള്ള യാതൊരുവിധ യോഗ്യതകളും അദ്ദേഹത്തിനില്ല എന്നതാണ് വസ്തുത. ഈ ഡ്യൂട്ടി ഏൽപ്പിക്കേണ്ട കാര്യം കരാറുകാരാണെങ്കിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള ഡ്യൂട്ടി ചെയ്യേണ്ടവർക്ക് കൃത്യമായിട്ടുള്ള സ്പെഷ്യൽ കണ്ടീഷൻസ്, അത് ഈ പറഞ്ഞ ഈ റാന്നി AXI തന്നെ പുറപ്പെടുവിച്ച ഒരു സ്പെഷ്യൽ കണ്ടീഷൻ 1 മുതൽ 12 വരെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഈ കൃത്യമായിട്ടുള്ള ഈ ജീവനക്കാരെ നിയമിക്കുമ്പോൾ പാലിക്കേണ്ട കൃത്യമായിട്ടുള്ള കണ്ടീഷൻസാണ്. അതിനകത്ത് 4ാമത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദ കോൺട്രാക്ടർ ഷാൾ പ്രൊഡ്യൂസ് ദ പ്രൂഫ് ഓഫ് അഡ്രസ് ആൻഡ് എഡ്യൂക്കേഷൻ അറ്റ് ക്വാളിഫിക്കേഷൻസ് ഓഫ് ദ പേഴ്സൺസ് എൻഗേജ്ഡ് ഫോർ ഡ്യൂട്ടി വെനെവർ ഡിമാൻഡഡ് ബൈ ദ ഓഫീസേഴ്സ്. ഈ ഓഫീസറാണ് ഇത് പരിശോധിക്കേണ്ട ഓഫീസറാണ്. ഇവരുടെ ക്വാളിഫിക്കേഷൻ, ഈ കോൺട്രാക്ടർമാർ നിയമിക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷനും അവരുടെ ഐഡൻറ്റിറ്റി പ്രൂഫും ഒക്കെ പരിശോധിക്കേണ്ട AXC ആണ് പറയുന്നത്. എനിക്ക് ആരാണ് അവിടെ ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് അറിയില്ല, എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്തമില്ല, ആരെങ്കിലും അവിടെ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളോട് മറുപടി പറയുന്നത് നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു മറുപടി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഡ്യൂട്ടിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയുള്ളതായിരിക്കണം. പേയ്മെൻറ്റ് വിൽ ബി ഗിവൺ ബൈ ദ വർക്ക്ഡ് അവേഴ്സ് ഓൺലി. ക്വാളിഫൈഡ് ഹാൻഡ്സ് ഷുഡ് ബി എൻഗേജ്ഡ് ഫോർ പമ്പിംഗ് ഡ്യൂട്ടി ആസ് ഓപ്പറേറ്റർ സച്ച് ആസ് ITI ഇലക്ട്രീഷ്യൻസ് ഓർ ഡീസൽ മെക്കാനിക് പ്ലസ് വർക്കിംഗ് എക്സ്പീരിയൻസ് നോട്ട് ലെസ് ദാൻ 6 months. അതായത് ITI ഇലക്ട്രീഷ്യൻസോ ഡീസൽ മെക്കാനിക്ക് പോലെയുള്ള കൃത്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ എന്ന കൃത്യമായിട്ടുള്ള കർക്കശമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നിലവിലുള്ളപ്പോൾ തന്നെയാണ് യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത വെറും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആകെ ഈ നായർ കരയോഗത്തിൽപ്പെട്ട ഒരാളാണെന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചുകൊണ്ട് ഇയാൾക്ക് 5 ജോലിക്ക് നിയമനം കൊടുത്തിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ വിധിയുടെ ലംഘനം കൂടിയാണ്. അത് കൃത്യമായി നിയമപരമായിട്ട് കേരള വാട്ടർ അതോറിറ്റി സർക്കുലർ ഇത് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇത് എല്ലാ ചീഫ് എഞ്ചിനീയർമാർക്കും സൂപ്രണ്ടിങ് എഞ്ചിനീയർക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും വാട്ടർ അതോറിറ്റി സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർക്കുലറാണ്. ഇത് KWA-JBE 6203/2013 എന്ന് പറയുന്ന സർക്കുലറാണ്. ഈ സർക്കുലറിൻ്റെ വിഷയമെന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി ഒഴിവുകൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ അറിയിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു സർക്കുലറാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ 9/2/2015 WPC
നമ്പർ 10/783/2013 W വിധിന്യായമാണ് ഇതിൻ്റെ പരാമർശിക്കുന്ന സൂചന കൊടുത്തിട്ടുള്ളത്. ഈ സൂചനയിൽ പരാമർശിച്ചിട്ടുള്ള വിധിന്യായത്തിൽ 1959 എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കമ്പൽസറി നോട്ടിഫിക്കേഷൻ ഓഫ് വർക്ക് വേക്കൻസീസ് ആക്ടിൻ്റെ സെക്ഷൻ 5(1) പ്രകാരം ഒഴിവുകൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് കൃത്യമായി അറിയിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേരള വാട്ടർ അതോറിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആയതിനാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാത്ത തസ്തികകളിലെ ഒഴിവുകൾ കൃത്യമായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകുന്നു എന്നുള്ള ഒരു സർക്കുലർ നിലനിൽക്കുമ്പോഴാണ് ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെയോ PSCയോ അറിയിക്കാതെ കൃത്യമായ രീതിയിലുള്ള ഒഴിവുകളെപ്പറ്റി യാതൊരുവിധ പത്രപരസ്യം പോലും ഇവർ ചെയ്യാതെ ഇവരുടെ കരയോഗത്തിൽ നിന്നും നായന്മാരെ ഇവർ ഉദ്യോഗസ്ഥരായിട്ട് നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലിടങ്ങളിൽ 5 പേർക്ക് കൊടുക്കേണ്ട തൊഴിൽ ഒരു നായർക്ക് ഇവർ കൊടുത്തിരിക്കുകയാണ്. ഇത് നീതി നിഷേധമാണ്, കോടതി വിധിന്യായത്തിൻ്റെ ലംഘനമാണ്, നിയമവിരുദ്ധമാണ്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തിട്ട് പോലും ഇവരിതിനെ ഗൗനിക്കുന്നില്ല. ഈ വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്തിട്ടും ഇതിനെ വിവരാവകാശപ്രകാരം ഒരു പരാതി കൊടുത്തിട്ടും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിട്ടും അത്തരം കാര്യങ്ങളുടെ രഹസ്യ സ്വഭാവം പോലും സൂക്ഷിക്കാതെ ഈ വിവരാവകാശം വെക്കുന്നവരുടെ ഡീറ്റെയിൽസ് എടുത്ത് ഇവർ ഗുണ്ടകളെ ഏൽപ്പിക്കുകയാണ്. എങ്ങനെയാണ് സർക്കാരിൻ്റെ ഒരു ഔദ്യോഗികമായിട്ട് കൊടുക്കുന്ന വിവരാവകാശത്തിന് കൊടുക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് ഈ ഗുണ്ടകളുടെ പക്കൽ എത്തുന്നത് എങ്ങനെയാണ്? ഇവർ കൊടുക്കാതെ ഇത് അവരുടെ കയ്യിലെത്തുമോ? അവരെന്നിട്ട് ഈ വിവരാവകാശം വെക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള നമ്മുടെ ആ ആളുകളുടെ പേരിൽ വിവരാവകാശം വെച്ചിട്ടാണ് ഈ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിവരാവകാശത്തിൻ്റെ ഒരു സിറ്റിങ്ങിൽ കൃത്യമായ രീതിയിൽ ഈ വിവരാവകാശം പോലും കൃത്യം മറുപടി തരാത്തതിൻ്റെ പേരിൽ അവരെ ഒരു വിവരാവകാശ സിറ്റിംഗ് നടന്നിരുന്നു. ആ സിറ്റിങ്ങിൽ വെളിപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഫോൺ വിളിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇദ്ദേഹം 3 ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള പരാതി മുകളിലേക്ക് പോവുകയും അതിൻ്റെ വിവരാവകാശത്തിൻ്റെ സിറ്റിംഗാണ് കഴിഞ്ഞ 16/3/2026 നടന്നത് 3 PM. അപ്പോൾ ആ വിവരാവകാശത്തിൻ്റെ ഈ സിറ്റിങ്ങിൽ പോലും ഈ റാന്നി AXC ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിനെ ഫോൺ വിളിച്ചപ്പോഴാണ് ഇദ്ദേഹം ഈ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം ഇതിനകത്ത് കേൾക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കാനിടയായിട്ടുള്ളത്. അപ്പോൾ അത് കൂടാതെ മുകളിലേക്ക് വിജിലൻസിനെ അടക്കം ഈ വിവരങ്ങൾ ധരിപ്പിച്ച് പരാതി കൊടുത്തിട്ടും വിജിലൻസ് അടക്കം ഇവർക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് വിജിലൻസിന് പോലും അവർ കൊടുത്തിരിക്കുന്ന പത്തനംതിട്ട AXC കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസുകാർ തന്നിട്ടുള്ള മറുപടി സന്ദേശത്തിൻ്റെ ഒരു ഇതാണ് നമുക്കിതിനകത്ത് വായിക്കാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിൽ കൊട്ടേഷൻ വിളിച്ച് കരാറുകാരനാണ് ആവശ്യമായ HR ജീവനക്കാരെ സപ്ലൈ ചെയ്യുന്നത് കരാറുകാരനാണെന്ന് ഇയാളെ സമ്മതിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥർ വിലയിരുത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ വിലയിരുത്തുക മാത്രം ചെയ്യേണ്ട ആളുകളല്ല, അവരെ കൃത്യമായി അവരുടെ ക്വാളിഫിക്കേഷൻ പരിശോധിക്കുകയും ആ ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ് ഇതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെന്നും ഇവർ നിയന്ത്രിക്കേണ്ട അല്ലെങ്കിൽ പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് AXCമാർ. അത് ചെയ്യേണ്ട ആളാണ്. ഇത് വെറുതെ വിലയിരുത്തൽ മാത്രമേ ഞങ്ങൾ നടത്താറുള്ളൂ എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് കൃത്യമായിട്ട് ഇവിടെയുള്ള വേക്കൻസികൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ട ആളാണ്. ഇതൊന്നും ചെയ്യാതെ കേരള ജല അതോറിറ്റിക്ക് ആവശ്യമായ താൽക്കാലിക ജീവനക്കാരെ കരാറുകാരനാണ് സപ്ലൈ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ജോലിഫലം വിലയിരുത്തി അവരവർക്ക് അനുവദിച്ചു കൊടുത്ത ഡ്യൂട്ടി സമയത്തല്ലാത്ത സമയങ്ങളിൽ മറ്റ് ചെറിയ ഡ്യൂട്ടികൾക്ക് ആളെ ലഭിക്കാത്തതിന് കരാറുകാരൻ ചില ജോലിക്കാരെ ഏർപ്പെടുത്താറുണ്ട്. സെഷൻ ഓഫീസിൽ നിന്നും ഓരോ ജോലിക്കാരും നിക്ഷിപ്തമായിരിക്കുന്ന ജോലികൾ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശാനുസരണം കൃത്യസമയത്ത് ചെയ്യുന്നതിനാൽ ഒരാൾ ഒരേ സമയം 3 ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നുള്ള റിപ്പോർട്ട് ഈ പത്തനംതിട്ട AXC കൊടുത്തിട്ടുണ്ട്. വിജിലൻസിന് കൊടുത്ത റിപ്പോർട്ടാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള നിങ്ങളിത് അദ്ദേഹത്തിനോട് തന്നെ നമ്മളിത് ചോദിക്കുന്ന വോയിസ് നമുക്ക് കൃത്യമായ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. 3 ജോലിയല്ല, അയാൾ 5 ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പരിശോധിക്കാവുന്നതാണ്. ഇത് ശരിയായ രീതിയിൽ ഇവരൊന്നും കൃത്യമായി മറുപടി തരാത്തതുകൊണ്ട് മേലുദ്യോഗസ്ഥർക്കടക്കം ഇവർ തെറ്റായ റിപ്പോർട്ടുകൾ കൊടുക്കുന്നതുകൊണ്ട് ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കൃത്യമായ രീതിയിൽ ഇവരുടെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കണം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും അതുപോലെ തന്നെ ഈ വിജിലൻസിൻ്റെ അടക്കമുള്ള അവരുടെ വരുമാന കാര്യങ്ങൾ കൃത്യമായി ഒരു വലിയ പരിശോധന നടത്തേണ്ടതുണ്ട്. അത് ഈ ED അടക്കം വന്ന് പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ വരികയുള്ളൂ. കേരള വാട്ടർ അതോറിറ്റിയിലെ നിയമനങ്ങളിൽ ഒരാൾക്ക് തന്നെ എങ്ങനെയാണ്
5 ഡ്യൂട്ടി ചെയ്യാൻ കഴിയുന്നത്. 24 മണിക്കൂറാണ് ഒരാളുടെ കയ്യിലുള്ളത്. പക്ഷേ 5 ഡ്യൂട്ടി എങ്ങനെ ഇയാൾക്ക് ചെയ്യാൻ കഴിയും? ഒരേ സമയത്ത് 5 ഡ്യൂട്ടി ഒരിക്കലും ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഇവിടെ പുതുശ്ശേരി മലയിലും വടശ്ശേരിക്കരയിലും ഉള്ള ഡ്യൂട്ടികളിൽ ഈ പുതുശ്ശേരി മലയിലെ പമ്പ് ഓപ്പറേറ്റർ ഡ്യൂട്ടിയും വാൽവ് ഓപ്പറേറ്റർ ഡ്യൂട്ടിയും അതോടൊപ്പം തന്നെ വടശ്ശേരിക്കരയിലെ പമ്പ് ഓപ്പറേറ്റർ ഡ്യൂട്ടിയും വാൽവ് ഓപ്പറേറ്റർ ഡ്യൂട്ടിയും മീറ്റർ റീഡിങ്ങിൻ്റെ ഡ്യൂട്ടിയും ഈ ഒരേ ആൾ തന്നെ ചെയ്യുന്നത്. ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിക്ക് മാത്രം ജോലി കിട്ടിയാൽ മതി. ബാക്കി 4 പേർക്ക് കിട്ടേണ്ട ഒരു ജോലികൾ ഇയാൾക്ക് തന്നെ കൊടുത്തുകൊണ്ട് ഈ ജോലി അട്ടിമറിച്ചിരിക്കുകയാണ്. പാവപ്പെട്ട സാധാരണക്കാരുടെ തൊഴിലില്ലാത്ത ആളുകളുടെ ജോലി സാധ്യതയെ തകർക്കുന്ന തരത്തിൽ ഈ നായന്മാർ ഇങ്ങനെ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ അധികാര കേന്ദ്രത്തിലുള്ള പിടി ഉപയോഗിച്ചുകൊണ്ട് 5 ജോലിയും ഒരാൾക്ക് കൊടുത്തുകൊണ്ട് സാമ്പത്തിക അഴിമതിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് കൃത്യമായ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത ഒരാൾക്കാണ് ഈ 5 ഡ്യൂട്ടിയും കൊടുത്തിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് രേഖകളിൽ നടക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അഴിമതിയെ ചോദ്യം ചെയ്യുന്ന ആളുകളെ വിവരാവകാശമടക്കമുള്ള കാര്യങ്ങളിൽ രേഖാമൂലം വിവരാവകാശത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ അവരുടെ വിവരങ്ങൾ ഇവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അവർ ഗുണ്ടാ വിളയാട്ടം നടത്തുന്ന തരത്തിലേക്ക് ഇവർ കൃത്യമായ ഒരു ഗുണ്ടായിസമാണ് ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ കൃത്യമായ രീതിയിൽ പൊളിച്ചെഴുതേണ്ടതുണ്ട്. ജനാധിപത്യവാദികളായിട്ടുള്ള സാധാരണ ആളുകൾ കാര്യങ്ങളിൽ ഇടപെടുകയും അതിനെ ചോദ്യം ചെയ്യുകയും ഇതിൽ മാറ്റം വരുത്തുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ അന്വേഷിക്കുന്ന ആളുകളെ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഈ 5 ഡ്യൂട്ടി ചെയ്ത ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. 5 ജോലി ചെയ്യാൻ എന്നെ ഒരാൾ സമ്മതിക്കുന്നില്ല, അയാൾ ഫോൺ വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് പറയുന്നത്. ഹലോ 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 സ്കൂളാണോ? സ്കൂളാണോ ഇത്? അതെ അതെ. ഗവൺമെന്റ് സ്കൂളാണോ? സ്റ്റേഷനിൽ നിന്നാ? എവിടുന്നാ? സ്റ്റേഷനിൽ നിന്നാ? ആ റെയിൽവേ. ഈ ഗവൺമെന്റ് സ്കൂളാണ്? റെയിൽവേ സ്റ്റേഷനാ? റെയിൽവേ സ്റ്റേഷനാണോ? പിന്നെ റെയിൽവേ സ്റ്റേഷൻ വിളിച്ചു. ആരാ? സ്റ്റേഷനിലേക്ക് വിളിച്ചായിരുന്നോ? പെരുന്നാട് പോലീസ് സ്റ്റേഷനിലേക്ക്? എങ്ങോട്ടാ? പെരുന്നാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചായിരുന്നോ? എന്ന്? ഇന്ന് വിളിച്ചായിരുന്നോ? ആര് വിളിച്ചില്ല, ആ നമ്പർ അല്ല. ഹലോ ഹലോ, ഇത് പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ആരാ വിളിക്കുന്നത്? പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീജിത്താണോ സംസാരിക്കുന്നത്? ആരാ? പേരെന്നാ? ശ്രീജിത്തിനൊരു ശ്രീകുമാറിനെ അറിയോ? ശ്രീകുമാറോ? ഒരു ശ്രീകുമാർ. എനിക്കൊരു 4 ശ്രീകുമാറിനെ അറിയാം. അത് അഡ്രസ് ഒന്ന് പറയാവോ? നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്? ജോലി എന്തുവാ? അല്ല, ഇപ്പൊ ഈ വിളിക്കുന്ന ആളുടെ പേരെന്നാ? എന്റെ പേര് ശരത്തെന്നാ. പിൻ നമ്പർ എന്ന് പറയാവോ? എന്താണ് പിൻ നമ്പർ എന്ന് പറയാവോ? എന്തോ കാര്യം എന്ത്? നമ്മളെവിടെ വർക്ക് ചെയ്യുന്നേ? അല്ല, പിൻ നമ്പർ എന്ന് പറഞ്ഞേ. പിൻ നമ്പറൊക്കെ ഞാൻ പറയാം. നമ്മള് കാര്യം പറയാം. ഇപ്പൊ എവിടാ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? നമുക്കൊരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുകയാണ്. നിങ്ങൾ പിൻ നമ്പർ പറ. ഹലോ, പിൻ നമ്പർ എന്ന് പറഞ്ഞേ. പിൻ നമ്പർ ഞാൻ പറയാം. പറയാനേ അത്ര പോരെ? ഏത്? നമ്മളൊരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുകയാണ്. അല്ല, ആര് പരാതി തന്നാലും നിങ്ങളുടെ പിൻ നമ്പർ എന്ന് പറഞ്ഞേ. എന്നാ എന്റെ പിൻ നമ്പർ ഞാൻ വിളിച്ച് പറയാം. പറ. ഹലോ ഹലോ, ജയപ്രകാശാണോ? ജയപ്രകാശ്. ആരാ വിളിക്കുന്നേ? ഇത് പെരുന്നാട് പോലീസ് സ്റ്റേഷൻ SI ആയിരുന്നു. എന്നാ സാറേ? ജയപ്രകാശാണോ? അല്ല, എന്താ സംഭവം? 70 12 89 98 71 പറയുന്ന ജയപ്രകാശിന്റെ നമ്പറാണോ? ആണെങ്കിൽ എന്നുള്ളതല്ല, ആണോ എന്നാ ചോദ്യം. അല്ല, ഇത് എന്തിനാ ഇത് അറിയുന്നേ? ഇവിടെ പരാതിയുണ്ട്, ഞങ്ങൾക്ക് പരാതിയുണ്ട് ഇതിനെ പരിപാടി ബന്ധപ്പെട്ട്. എന്നാ പരാതി? അത് പറഞ്ഞാൽ പോരെ? നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ നമ്പറാണോ ആണെങ്കിൽ മാത്രം നിങ്ങളോട് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളുടെ അല്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഈ നമ്പർ വിളിക്കണമല്ലോ. എന്റെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. എനിക്ക് അന്വേഷിക്കണം. അല്ല, എന്താ അന്വേഷിക്കാൻ? മുട്ടിച്ചിറ അല്ലേ നിങ്ങളുടെ വീട്? അല്ല, ജയപ്രകാശാണോ പേര്? അല്ല. ശരി. എന്നാ നിങ്ങൾ വെച്ചാൽ ബാക്കി ഞാൻ ചെയ്തോളാമേ. ഓക്കെ. ശരി.
ഞാൻ അദ്ദേഹത്തിന് ഒരു തവണ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. അതിനുശേഷം അദ്ദേഹം തിരിതിര ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്നില്ല. പക്ഷേ അയാൾ എന്ന് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്, അയാളെ 5 ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് മണ്ടന്മാരായ പോലീസുകാരാണ് ഇവിടെ ഉള്ളത്. ആ പോലീസുകാർ ഇവനോട് ചോദിക്കണ്ടേ, അയാൾ 5 ജോലി, സർക്കാർ ജോലി 5 ജോലി നിനക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് തിരിച്ച് ചോദിക്കാനുള്ളതിന് പകരം അവിടുത്തെ പോലീസുകാരൻ നമ്മളെ വിളിച്ച് അതാരാണ് ഞാനെന്ന് അന്വേഷിക്കാനുള്ള അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഇയാൾക്ക് വേണ്ടിയിട്ട്. ഈ നായർമാർക്ക് വേണ്ടിയിട്ട് ഇവർ വളരെ വലിയ ഒരു ഉത്തരവാദിത്തമായിട്ട് ഇത് ഏറ്റെടുക്കുകയാണ്. അവിടുത്തെ ശരത്ത് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ ആദ്യം വിളിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം അയാളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ തിരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാളത് വെച്ചിട്ട് അവിടുത്തെ SHO നമ്മളെ നേരിട്ട് വിളിക്കുകയാണ്. ഇനി ഈ ഫോണിൻ്റെ ഉടമ ആരാണെന്ന് കണ്ടെത്താൻ അയാൾ വേറെ മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് കണ്ടെത്തിക്കോളാം, അവിടെ ഇരുന്നോളാം എന്നാണ് അയാൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇത് അന്വേഷണം നടത്തുന്ന ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ഈ അട്ടിമറികൾ തുടരാനാണ് ഇവരുടെ ഭാവം. ഒരിക്കലും ഇവർക്കെതിരെ ഒരു നടപടിയും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് ആർക്കും ഒരു തരത്തിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ മേലുദ്യോഗസ്ഥരുടെ അടക്കം ഈ വിജിലൻസ് ഓഫീസർക്കടക്കം പരാതി കൊടുത്തിട്ട് അവർ മറുപടി തന്നിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കാണണം. അവർ മറുപടി തന്നിരിക്കുന്നത് ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ഈ പരാതിയിന്മേലുള്ള നടപടി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് അവർ വിജിലൻസിൻ്റെ ഓഫീസർമാർ പരാതിക്കാർക്ക് നൽകുന്ന മറുപടി. അതായത് ഓൺലൈനിലെ സംവിധാനമില്ലാത്ത ഒരു സാധാരണ വ്യക്തി എങ്ങനെയാണ് ഓൺലൈനിൻ്റെ മീറ്റിങ്ങിൽ ഇവർ വെച്ചിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ ചെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി അവസാനിക്കുന്നത്? ഇവർ ഇങ്ങനെയാണോ വിജിലൻസുകാർ നടപടിയെടുക്കുന്നത്? ഇവർ അങ്ങോട്ടൊരു റിപ്പോർട്ട് ചോദിച്ച് അവരോട് തന്നെ ചോദിച്ചേക്കുവാണ്. ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകളോട് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ന്യായീകരണ റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ട് ആ ന്യായീകരണ റിപ്പോർട്ട് വാങ്ങി വിഴുങ്ങിയിട്ട് അവരിങ്ങനെ റിപ്പോർട്ട് തന്നുകൊണ്ട് അതിനെ ശരിവെച്ചുകൊണ്ട് ഞങ്ങളിനി ഇതിൻ്റെ മേലിൽ നടപടി എടുക്കുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ കാര്യം എന്തുകൊണ്ട് ഇതെല്ലാം നടക്കുന്നില്ല എന്ന കാര്യം, ഇവർ നായർ ഭരണമാണ് ഇവിടെ ഉള്ളത്. ഇവരെ ഈ AXC എന്ന് പറയുന്ന ആൾ നായരാണ്. ഇയാൾ നിയമിച്ചിരിക്കുന്ന കരാറുകാരൻ എന്ന് പറയുന്ന ആൾ LG പ്രസന്നൻ, അദ്ദേഹം ഒരു നായരാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ കരാറെടുത്ത് 5 ജോലി ചെയ്യുന്ന ഈ ശ്രീകുമാർ എന്ന് പറയുന്ന ആൾ നായരാണ്. ഇവരെ ഭരിക്കുന്ന ഇവരുടെ MLA, ഇപ്പോഴത്തെ MLA അടക്കം നായരാണ്. ഈ മന്ത്രിസഭ ഒരു നായർ കരയോഗ മന്ത്രിസഭയാണ്. ഇപ്പോൾ ഇതിനുള്ള മറുപടി സാധാരണ ആളുകളെ, ജോലിക്കാർക്ക് ജോലിയില്ലാതെ നടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഈ സാധാരണക്കാരുടെ ജോലിയില്ലാത്തവരുടെ വോട്ട് വരെ തേടുന്ന ഈ MLA ഇതിന് മറുപടി പറയണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് മറ്റ് ആളുകൾക്ക് ജോലി കൊടുക്കുന്നില്ല? ഒരു നായന്മാർക്ക് മാത്രം ജോലി കൊടുക്കാൻ വേണ്ടി ഇയാൾ വീണ്ടും MLA ആകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഈ പൊതുസമൂഹത്തോട് ഇദ്ദേഹം ഈ കാര്യത്തിൽ വ്യക്തത വരുത്തണം, അതിന് മറുപടി പറയണം. ഈ കാര്യത്തിൽ കൃത്യമായ രീതിയിൽ കേരള സർക്കാരിന് നടപടിയെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. ഇത് ഇലക്ഷന് വോട്ട് ചെയ്യുന്ന കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. ഈ ഇലക്ഷൻ കഴിഞ്ഞാലും അവിടെ ഈ നിയമനം ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ, ഇദ്ദേഹം പറയുന്നതനുസരിച്ച് 15 വർഷത്തോളമായിട്ട് ഈ 5 ജോലി ഒരാളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം, എത്ര കുടുംബങ്ങൾ, കരാർ നിയമനം എന്ന് പറയുന്ന 6 മാസം മാത്രമേ ഉള്ളൂ, പക്ഷേ എത്ര കുടുംബങ്ങൾക്ക് എത്ര തവണ ജോലി കിട്ടേണ്ട സാഹചര്യങ്ങളാണ് ഇദ്ദേഹം നശിപ്പിച്ചിട്ടുള്ളത്. ഇത് ഒരു ജോലിയുടെ കാര്യം മാത്രമല്ല, ഇത് കേരളത്തിൽ മുഴുവൻ ഉടനീളമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ അന്വേഷണം, ഈ ജാതി സെൻസസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തേണ്ടത് കർശനമായിട്ട് നമ്മൾ ഉന്നയിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഉന്നയിച്ചു കഴിഞ്ഞാൽ, കൃത്യമായ പരിശോധന നടത്തിയാൽ മുഴുവൻ ജോലികളും, ബഹുഭൂരിപക്ഷം ജോലികളും നായന്മാർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഈ സാമ്പത്തികം മുഴുവൻ, ഈ സ്രോതസ്സ് മുഴുവൻ അവർ കൈക്കലാക്കി വെച്ചുകൊണ്ട് ഈ ജനതയുടെ സാമൂഹ്യ നീതി അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ വിജിലൻ്റായിട്ട് നമ്മൾ വോട്ട് ചെയ്യണം. ഇവരെ ഇത്തരത്തിലുള്ള നായർ കരയോഗ സർക്കാരിനെ ഇനി ഒരിക്കലും ഈ കേരളത്തിൽ ഭരണത്തിൽ അധികാരത്തിലെത്താൻ നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. അങ്ങനെ അനുവദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ 10 കൊല്ലം ഇതേ രീതിയിൽ തുടരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആ തിരിച്ചറിവോടുകൂടി വേണം നിങ്ങൾ ഈ ഇലക്ഷനെ കാണാൻ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ AXCനെ നമ്മൾ ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റി ഭയങ്കര കടത്തിലാണ്, പൈസ ഇല്ലാത്ത ഒരു സെറ്റപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയുള്ള AEമാർ എന്തുമാത്രം പൈസ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് മേടിക്കുന്നുണ്ടെന്നുള്ള രേഖ ഞങ്ങൾ പുറത്തുവിടാൻ പോവുകയാണ്. അതും കൂടെ നിങ്ങൾ കേട്ടോണം. ഈ ടെമ്പററി അഡ്വാൻസ് എന്ന് പറയുന്ന ഇനത്തിൽ കോടികളാണ് ഇവർ വാങ്ങിയെടുക്കുന്നത് വാട്ടർ അതോറിറ്റിയിൽ നിന്ന്. ഈ ടെമ്പററി അഡ്വാൻസ് എന്ന പേരിൽ ചില പൈസ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് ആ പൈസ ചിലവഴിക്കാൻ AEമാർക്ക് അധികാരമുണ്ട്. പക്ഷേ ഈ ടെമ്പററി അഡ്വാൻസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ വിവരാവകാശം ചോദിച്ചപ്പോൾ കിട്ടിയ രേഖ അനുസരിച്ച് സബ് ഡിവിഷൻ, സെഷൻ ഓഫീസുകളിലും ഓഫീസ് സംബന്ധമായ പേപ്പർ, പേന, പെൻസില്, ഓഫീസ് ഫയല്, രജിസ്റ്ററുകൾ, സ്റ്റാപ്ലർ, ടാഗ്,
പഞ്ച് എന്നീ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിക്കുവാനും കമ്പ്യൂട്ടർ പ്രിൻ്റർ റിപ്പയറിങ്ങിനും ഓഫീസ് സംബന്ധമായ ബില്ലുകൾ അടയ്ക്കുവാനും അടിയന്തര ഘട്ടങ്ങളിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ആക്സസറീസ് മേടിക്കുന്നതിനും ബ്ലീച്ചിങ് പൗഡർ കൊണ്ടുവരുന്നതിനും പമ്പ് ഹൗസുകൾ വിതരണം ചെയ്യുന്നതിനും മറ്റ് അത്യാവശ്യ ചെറിയ പ്രവൃത്തികൾക്കും നിയമവിധേയമായി ടെമ്പററി അഡ്വാൻസ് ഉപയോഗിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ രേഖ. പക്ഷേ 2019 ജനുവരി മുതൽ 2023 സെപ്റ്റംബർ 30 വരെ വടശ്ശേരിക്കര അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് എത്ര രൂപയാണ് ടെമ്പററി അഡ്വാൻസ് ആയിട്ട് അനുവദിച്ചേക്കുന്നതെന്ന് അറിയാം. 1,73,456 രൂപ ടെമ്പററി അഡ്വാൻസ് ഇനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. വൗച്ചറുകൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലാത്തതിനാൽ കൃത്യമായ എണ്ണം കണക്കാക്കാൻ സാധ്യമല്ലാത്തതിനാൽ ഓഫീസ് പ്രവൃത്തി സമയം ഇത് സംബന്ധിച്ച ഫയലുകൾക്ക് നേരിട്ട് പരിശോധിക്കാമെന്നൊക്കെയാണ് ഇവർ മറുപടി തന്നേക്കുന്നത്. ഇതുവരെ അതിൻ്റെ കൃത്യമായ രേഖകൾ കിട്ടിയിട്ടില്ല. 1,73,456 രൂപ ഈ പേപ്പറും പേനയും സ്റ്റാപ്ലറും ഒക്കെ വാങ്ങാൻ വേണ്ടി ഇപ്പോഴാണ് 2019 മുതൽ ജനുവരി മുതൽ 2023 സെപ്റ്റംബർ 30 വരെ. ആ സമയം നിങ്ങൾ സൂക്ഷിച്ച് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. കോവിഡ് സമയത്താണ് ഈ 1 കോടിയിൽ മേളിൽ പൈസ മേടിച്ചെടുത്ത് അയാളുടെ പോക്കറ്റിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കാൻ പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 1 കോടി രൂപയോളം അദ്ദേഹം ക്രമക്കേട് നടത്തിയെന്ന് മനസ്സിലാക്കുകയും ആ പൈസ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വൻ അഴിമതികൾ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ നിയമനങ്ങളിൽ നടക്കുന്ന ഈ അഴിമതി അതൊരിക്കലും വെച്ച് പൊറിപ്പിക്കാനാവുന്ന ഒരു സംഭവമല്ല. അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ഇവരാരും സമ്മതിക്കത്തില്ല ഈ ഒരേ സമയം 5 ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. നമ്മളിപ്പോൾ തെളിവ് സഹിതം കൊടുത്താൽ പോലും ഇവർ സമ്മതിക്കത്തില്ല. ഇവർ മേളിലേക്ക് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് പത്തനംതിട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതിൻ്റെ 26/11/2025 തീയതിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PH ഡിവിഷൻ പത്തനംതിട്ടയുടെ AB 51358 PH PTA നമ്പർ കത്ത് വിജിലൻസിന് കൊടുത്ത കത്ത്. ആ കത്തിൽ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ ഓഫീസിൽ നിന്ന് ഓരോ ജോലിക്കാരിലും നിക്ഷിപ്തമായിരിക്കുന്ന ജോലികൾ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശാനുസരണം കൃത്യസമയത്ത് ചെയ്യുന്നതിനാൽ ഒരേ സമയം 3 ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് ഇയാൾ റിപ്പോർട്ട് കൊടുത്തേക്കുവാണ്. അതേസമയത്ത് അയാൾ 5 ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെന്ന് അയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇവരിത് എന്നിട്ട് ഇത് കൃത്യമായി അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വിജിലൻസ് അടക്കം അവരുടെ ഡ്യൂട്ടി മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. ഈ പത്തനംതിട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മര്യാദയ്ക്ക് ഡ്യൂട്ടി ചെയ്യുന്നില്ല. ഇവരുടെ കീഴിലുള്ള AXCമാരോ അതുപോലെ തന്നെ ഓവർസിയർമാരോ കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്നില്ല. ഈ 5 ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞ പേരിൽ കണക്കെഴുതി ഇവന്മാർ പൈസ അടിച്ചു മാറ്റുന്നു. ഇതിൻ്റെയൊക്കെ വിഹിതം ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടുന്നുണ്ടെന്നാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കൃത്യമായ രീതിയിൽ ഇതിന് അന്വേഷണം നടത്തി ഇതിന് നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് തന്നെ ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്നാണ് പറയാൻ പോകുന്നത്. പിന്നെ ടെൻഡർ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു കരാർ ജോലിയിലും ടെൻഡർ വിളിക്കുന്നില്ല. ശബരിമല അടക്കമുള്ള അവിടുത്തെ കരാർ ജോലികൾ ഇവർ ടെൻഡർ വിളിക്കാതെ ഒരേ കരാറുകാരന് LG പ്രസന്നൻ എന്ന് പറയുന്ന ഒരു കരാറുകാരന് തന്നെ സ്ഥിരമായിട്ട് ഈ ജോലികൾ മുഴുവൻ കൊടുക്കുകയാണ്. അതിലൂടെ വലിയ സാമ്പത്തിക അഴിമതിയാണ് നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ ടെൻഡർ വിളിക്കാത്തതെന്നുള്ളതിനെ ന്യായീകരണമായിട്ട് ഇവർ സാങ്കേതിക തകരാറുകളും കാര്യങ്ങളൊക്കെയാണ് മുകളിലേക്ക് പറഞ്ഞത്. അവരെന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ ടെൻഡർ കൊടുക്കാമെന്നൊക്കെയാണ് അവർ ന്യായീകരിച്ചിരിക്കുന്നത്. ഇത് ശരിയായ നടപടിയല്ല. ഇതിൽ കൃത്യമായ അന്വേഷണം ED അടക്കമുള്ള സ്പെഷ്യൽ ഫോഴ്സുകൾ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്.